1000 കൊല്ലം ഇപ്പോഴുള്ള ഒരു മുരീദ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന മുരീദ് ഉണ്ടാക്കിയ ഖസീദയാണ്. ആ ഖസീദയിൽ ആ മഹാനായ മഹബറുകൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി കായൽ പട്ടണത്തിൽ പോയാൽ കാണാം. കീഴക്കര കായൽക്കട്ടം എന്ന സ്ഥലങ്ങളൊക്കെ ഇനാളാണ്. അവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി മഹാനവറുകൾ അവരെ മദീന തന്നെ കേട്ടാൽ നമുക്ക് വലിയ അതിശയാവും. താൻ വലിയ ദർശിയും ചെറിയ കുട്ടികളൊന്നല്ല, വലിയ വലിയമാരാണ്. ആ ദർസിന് മലക്കുകൾ വരെ വരും. ഒരു ദിവസം ആ ദർസിൽ ഒരാൾ വന്നു. ഇവർക്ക് ആരും പരിചയമില്ല. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു വഹൗലഹു ഫുഖഹാഉൻ സദഖത്തുല്ലാഹി طبع قطابا عند الافتراق بغى ويثا فقد نال منه صدقة الله. الله المهيا رأى ميكان مسجده. മീക്കായിൽ മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് അവിടെ. ഒരു സുബകനായ മനുഷ്യൻ ധർത്തൽ വന്നിരുന്നു. എല്ലാവരും നോക്കി. ഒരു സഫറിന്റെ അടയാളവും കൂടി അയാളിലില്ല. അങ്ങനെ തെറിസ് കഴിഞ്ഞ് പോകുമ്പോ ഇയാൾ ഉസ്താദുമായിട്ട് സംഭാഷണം ചെയ്തു. പോകുമ്പോ പിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വെള്ളം വേണം. മഴയാണ് ഇവിടെ, പള്ളിപ്പണിയാണ്, വെള്ളമില്ല. ഓ വെള്ളം തരാ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം മഴ വീഴുന്നു. കാരണം മീക്കായിൽ മല കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു അത്. ആ മലക്ക് വരെ തന്റെ ദർശനം ചെയ്തു. പിന്നെ മൊയ്യുദ്ദീൻ ശേഖന്റെ കാര്യം പറയാനുണ്ട് സഹോദരൻ. അവരൊക്കെ നിന്ദിച്ചവരെ എവിടുന്നാണ് രക്ഷപ്പെടുക? നിത്യങ്ങൾ മൊയ്യുദ്ദീൻ ശേഖന്റെ ഒരു പാത്തി ഒതുക്കടാ എന്നാ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഞാനെത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ ബർക്കത്തുകൊണ്ടാണ്. ഞാൻ മൊയ്യുദ്ദീന്മാരൊക്കെ കേട്ടിട്ടുണ്ട് അവരെ പേരിൽ ഓരോ പാത്തി വഴി അവരെ ദായും ബർക്കത്ത് എത്തുകയാണ്. അപ്പൊ ഞാൻ അത് ഓതി കഴിയണാത്ര ഓതാനുണ്ടായിരുന്നു. അല്ലെ ഒരുപാട് മുടക്കങ്ങളിൽ അയാളല്ലേ. ഞാനെന്തായിരുന്നു 15 വയസ്സിൽ പെണ്ണെത്തിയ പിന്നെ ഓതാൻ കഴിയോ? പിന്നെ വെല്ലൂർ പോവുക, വേറെ എന്തെങ്കിലും കഴിയോ? എല്ലാ ഫുനൂനും പഠിച്ചടോ. എല്ലാ ഫണ്ണുകളും ഞാൻ പഠിച്ചു. അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തു. അത് തന്നെയല്ല, എത്രയോ ആളുകൾക്ക് കാണാതെ ദർശനം ചെയ്ത് കൊടുക്കല. ആ ഉള്ളാളത്തെ പള്ളിന്റെ ചുറ്റിലും ആളിരിക്കും. അങ്ങനെ നടന്നിട്ട് ചെയ്തി കൊടുക്കല. ഇരുന്നാ പള്ള കുറുക്കല്ലോ. അങ്ങനെ ആ അള്ളാഹു തന്നത് മുഹീദ്ദീൻ ശേഖന്റെ വർക്കത്തുണ്ടാ. അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മുതിർ ചെയ്യാതിരിക്കില്ല. ചെറിയ ആളാ. ഒരു ദിവസം കലാ ഖദറിന്റെ വയതോറിയാണ്. കലാ ഖദറിന്റെ വാപ്പായിരുന്നു വയത്. എല്ലാം അള്ളാന്റെ കലാവും കഥവും എല്ലാവരും വിശ്വസിക്കണ കാര്യമില്ലേ? തന്റെ തലയിൽ വലിയൊരു സർപ്പം വന്നങ്ങ് വീണു. പല്ലി വീണാ പെണ്ണിച്ച് വാവിലടാ നമ്മള്. സർപ്പം വീണാ പിന്നെ ഉള്ള ആളൊക്കെ മടി. മൂപ്പർക്കൊരു കുലുക്കുമില്ല. വീണെന്ന് മാത്രമല്ല, അത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം പോയി കൊണ്ട് പിടിച്ചെല്ലാം എന്നിട്ടും അനക്കില്ല. ഒടുവിൽ പുറത്ത് ചാടി നേരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പഴത്ത് നിന്ന് എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു. അപ്പൊ ഇവർക്ക് കേൾക്കേണ്ട ആ പാമ്പൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അപ്പൊ താൻ പറഞ്ഞു, പാമ്പ് പറഞ്ഞൊന്നും വേണമെന്നില്ലടോ, ഞാൻ പെരുത്താമതിയാക്കന്മാരെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഇത്ര ഒരു ഹിമ്മത്തുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഹിമ്മത്തും ഉൾക്കരത്തും നമ്മൾക്ക് വേണം. നട്ടണ്ട, പേടിക്കണ്ട. എന്തിന് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ശരിയായ ഈമാനുള്ള ഒരു മുഅ്മിനിന് പേടിക്കേണ്ടതുണ്ടോ? അജബന്നിലുമിനി, മുഅ്മിന്റെ കാര്യം അതിശയമല്ലേ എന്ന് ഹദീസിൽ അല്ലാഹു പറഞ്ഞത്. അവനൊരു മുള്ളു കുത്തിയാലും കൂലി, ഒരു മുള്ളു കുത്തിയാലും അവന് കൂലി.
കാരണം മുള്ള കുത്തിയാൽ അവൻ എന്ത് ചെയ്യും? ഇന്നാലില്ലാഹി ഇന്നായിലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി പറഞ്ഞാൽ മരിക്കാൻ മാത്രം പറഞ്ഞു നീ നമ്മളൊക്കെ വിശ്വസിക്കുക. അങ്ങനെയല്ല, ചെറുപ്പിന്റെ മാളത്താനും ചെല്ലണം. നേരെ മറിച്ചൊരു നിയമത്ത് കിട്ടിയാലും കൂലി അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. അപ്പോൾ അദബന്റെ മൂമിന്റെ കാര്യം വരുന്നത്. അങ്ങനത്തെ നമ്മൾ ഇൽമും കൂടി പഠിച്ചാൽ പേടിക്കണം.